കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഇറാനിയൻ നയതന്ത്ര കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണം നടത്തുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി മടിച്ചു നിൽക്കുന്നില്ല. ഇസ്രായേലിനെതിരെ യുദ്ധം ആവശ്യമാണ്. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്നും ഇസ്രായേലിന് അടി നൽകുമെന്നുമാണ് ഇറാന്റെ ഏറ്റവും പുതിയ ആഹ്വാനം. ഇറാനിയൻ നയതന്ത്ര കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ വളരെയധികം ജാഗ്രതയിലാണ് ഇപ്പോൾ. യുദ്ധ സൈനികർക്ക് ഹോം ലീവ് റദ്ദാക്കുകയും കരുതൽ ശേഖരം കൂട്ടുകയും വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ശത്രുരാജ്യത്ത് നിന്ന് വരുന്ന GPS നാവിഗേറ്റഡ് ഡ്രോണുകളോ രാജ്യത്തിന് നേരെ തൊടുത്തുവിടാൻ സാധ്യതയുള്ള മിസൈലുകളോ തടയാൻ ഇസ്രായേൽ സൈന്യം ഇസ്രായേലിലെ ടെൽ അവീവിന് മുകളിലൂടെ നാവിഗേഷൻ സിഗ്നലുകൾ നിരത്തിയിരിക്കുകയാണ്. ഇറാനെ ചൊടിപ്പിച്ചത് എന്താ? ഇപ്പോൾ നടക്കുന്ന നിഴൽ പോരാട്ടത്തിന്റെ ഉത്ഭവം എവിടെ നിന്ന്? 1979 ഇറാന്റെ അവസാനത്തെ രാജാവായിരുന്ന ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ പദവിയിൽ നിന്നും തള്ളിയിറക്കിയത് മുതലാണ് തുടക്കം. ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ലബനനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകളുമായി ഒറ്റക്കെട്ടായി ഇറാൻ നേതാക്കൾ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷമാണ് വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള റഹുല്ല ഖമേനി ഇസ്ലാമിനെ മുഖ്യമായും ഉയർത്തിപ്പിടിച്ച ഒരു പുതിയ ലോകവീക്ഷണം കൊണ്ടുവന്നത്. പലസ്തീനികൾ ഉൾപ്പെടെയുള്ളവരെ അടിച്ചമർത്തുന്ന ലോക ശക്തികൾക്കെതിരെ പോരാടാനാണ് അദ്ദേഹം അന്ന് തീരുമാനിച്ചത്. ആ സമയത്താണ് ഇറാന്റെ ആണവ ദൗത്യങ്ങൾ ഭീഷണിയായി ഇസ്രായേൽ കണ്ടു തുടങ്ങിയതും അതിന്റെ ആണവ പദ്ധതിയെ പരാജയപ്പെടുത്താൻ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിയതുമെന്നാണ് റിപ്പോർട്ടുള്ളത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പലപ്പോഴും നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഉള്ളതെങ്കിലും ഇരുവരും ആക്രമണം നടത്തുന്നത് പരസ്യമായി നിഷേധിച്ചിട്ടുണ്ട്. അതിനാലാണ് സംഘർഷം നിഴൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഈ മേഖലയിലെ മറ്റ് നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുമുണ്ട്. ഈ നിഴൽ യുദ്ധത്തിൽ ലബനൻ ഒരു പ്രധാന കേന്ദ്രമാണ്. ഈ മേഖലയിലെ ഇറാന്റെ താൽപര്യം കൊണ്ട് ഒരു പ്രോക്സിയായി ഹിസ്ബുള്ള എന്ന സംഘടന ഉയർന്നു വന്നു. ലബനനിലേക്കുള്ള ഇസ്രായേൽ നുഴഞ്ഞുകയറ്റവും ഇസ്രായേലിലേക്കുള്ള ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളും അതിർത്തിയിൽ ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. പിന്നീട് സിറിയയിലെ ആഭ്യന്തര യുദ്ധം സംഘർഷത്തിന് മറ്റൊരു വേദി ഒരുക്കുകയായിരുന്നു. സിറിയ പ്രസിഡന്റ് ബാബർ അൽ അസാദിനെ പിന്തുണയ്ക്കുന്നതിനും ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങൾ കൈമാറുന്നതിനുമായി അതിന്റെ സൈനിക സാന്നിധ്യം ഇറാൻ ശക്തിപ്പെടുത്തി. ഇതിന് മറുപടിയായി സിറിയയിലെ ഇറാന്റെ ആസ്തികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി. ഇതൊക്കെയാണ് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയത്. ഈ ആക്രമണങ്ങളുടെ ബാക്കി എന്നോണമാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നത്. സിറിയ തലസ്ഥാനം ഡമാസ്കസിലെ ഇറാന്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബെറിഞ്ഞു. ഒരു ഇറാനിയൻ സൈനിക കമാൻഡർ കൊല്ലപ്പെടുകയും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുള്ളത്. നിർണായകമായ പ്രതികരണം എടുക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ഇസ്രായേലിന് ഒരു അടി നൽകുമെന്നും ഇതിനുശേഷം ഇറാൻ പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണച്ചതാണ് ഇറാനെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യം. ഇസ്രായേലിനോടുള്ള തന്റെ സപ്പോർട്ട് ബൈഡൻ പരസ്യമാക്കിയതിന് മണിക്കൂറുകൾക്ക് ശേഷം സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ US-ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും ഇനിയൊരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. നിഴൽ യുദ്ധം നടക്കുന്ന ഈ ഒരു വേളയിൽ സമാധാനപരമായ ഒരു രീതി ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ വ്യോമശക്തി ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്.